പാകിസ്ഥാനിൽ ഇപ്പോൾ തീവ്രവാദികളുടെ സംഘടനയ്ക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. ഇന്ത്യ പല പ്രാവശ്യം പാകിസ്ഥാനോട് പറഞ്ഞതാണ് നന്നാവാൻ. പാകിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ചെയ്യരുതെന്ന് ഇന്ത്യ പല പ്രാവശ്യം പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യരുതെന്ന്. പക്ഷെ പാകിസ്ഥാൻ കേൾക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, ഒരു വികസനവുമില്ലാതെ അവിടെ എല്ലാ ദിവസവും സമരം നടക്കുന്നു, സർക്കാരിന് നേരെ പ്രതിഷേധം നടക്കുന്നു. വലിയ രീതിയിലുള്ള മുറവിളികളൊക്കെ നടത്തുമ്പോഴും അവിടുത്തെ ജനങ്ങൾ നടത്തുമ്പോഴും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ പട്ടാള മേധാവിമാരോ ആ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പട്ടാള മേധാവിയും എല്ലാം ISIയെയും അതോടൊപ്പം തന്നെ അവിടുത്തെ തീവ്രവാദ സംഘടനകളെയൊക്കെ സഹായിക്കാനുള്ള ഓരോ നീക്കങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ആയുധങ്ങളും അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ഇവർ നിറവേറ്റി കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് IMFൽ നിന്ന് പണം കടവാങ്ങിയാൽ പാകിസ്ഥാൻ നേരെ തീവ്രവാദികൾക്കാണ് കൊടുക്കുന്നത്. ആയുധങ്ങൾ വാങ്ങാനും കെട്ടിടങ്ങൾ പണിയാനും ഒക്കെ ഇവർ കൊടുക്കും. തീവ്രവാദികൾ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇന്ത്യ അജ്ഞാതർ എന്ന നിലയിൽ റോ എന്ന ഏജൻസിയെ കളത്തിലേക്ക് ഇറക്കിയത്. അങ്ങനെ റോ, അതായത് റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ്, ഓരോ ദിവസവും ഓരോ ഭീകര സംഘടനയിലെ കമാൻഡർമാരെ യമലോകത്തേക്ക് അയക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരനെ വരെ ഈ അജ്ഞാതർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇനി മസൂദ് അസർ എപ്പോൾ മരിക്കുമെന്ന ടെൻഷനിലാണ് പുള്ളി ഇപ്പോൾ ഇരിക്കുന്നത്. അജ്ഞാതരെ കൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഭയത്തിലാണ്. നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിൽ വെച്ച് കൊടും ഭീകരനായ ഡോക്ടർ ഹംസ ബുർഹാൻ ഇന്നലെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ കടുത്ത പരിഭ്രാന്തിയിലാണ്. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ലഷ്കർ-ഇ-തോയ്ബ തലവൻ മുസാമിൽ ഹാഷ്മി കനത്ത സുരക്ഷാ വലയത്തിൽ ഗുജ്റൻ വാലിയിലെ മക്കസ് അക്കസയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതായത് അജ്ഞാതരെ കൈകൊട്ടി വിളിച്ചിരിക്കുന്നു, ഞാൻ ഇവിടെ തന്നെയുണ്ട്, എന്നെ വന്ന് കൊന്നു തരൂ എന്ന് ഈ ലഷ്കർ-തോയ്ബയുടെ തലവൻ തന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുസഫറാബാദിലെ ഗോജ്റ ബൈപ്പാസിനു സമീപം വച്ചാണ് കാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ ഡോക്ടർ ഹംസ ബുർഹാൻ അജ്ഞാത സാഹചര്യത്തിൽ വെടിയേറ്റ് മരിക്കുന്നത്. ഇതേ തുടർന്ന് ലഷ്കർ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ തലവന്മാരുടെ സുരക്ഷ പാകിസ്ഥാനിൽ അതീവ ശക്തമായിരിക്കുകയാണ്. ഗുജ്റൻ വാലിയിൽ നടന്ന യോഗത്തിന്റെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അസാൾട്ട് റൈഫിളുകൾ കയ്യിലേന്തിയ വൻ സുരക്ഷാ ഭടന്മാരുടെ കാവലിലാണ് മുസാമിൽ ഹാഷ്മി സംസാരിക്കുന്നത്. പ്രസംഗിക്കുന്ന വേദിയിൽ തൊട്ടു പിന്നിൽ പോലും അത്യാധുനിക ആയുധങ്ങളുമായി ബോഡി ഗാർഡുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അർജുമന്ദ് ഗുൽസാർ ധാർ അല്ലെങ്കിൽ ഡോക്ടർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഹംസ ബുർഹാൻ ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലുള്ള രക്തൻപൂർ സ്വദേശിയാണ്. നിരോധിത ഭീകര സംഘടനയായ അൽ ബദൂറുമായി ചേർന്നാണ് ഇയാൾ ഇപ്പോൾ പ്രവർത്തിച്ചിരുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ശൃംഖലയുമായി ചേർന്ന് കാശ്മീരിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഇയാൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇതേ തുടർന്ന് 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ഇയാളെ ഔദ്യോഗികമായി ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീർ ശ്രീനഗർ ദേശീയപാതയിൽ ലത്പോരയ്ക്ക് സമീപം CRPF വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആത്മഹത്യാ സ്ഫോടനത്തിന്റെ പ്രധാന ഗൂഢാലോചന കേസിൽ ഒരാളായ ഇയാളെ അന്വേഷണ ഏജൻസികൾ ഹംസ ബുർഹാനെ അടയാളപ്പെടുത്തിയത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ ആദിൽ അഹമ്മദ് ധാർ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ വാഹനം സൈനിക വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു.